അസ്സലാമലൈക്കും. സൈനു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ലൊരു മീൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ മീൻ കറി ഉണ്ടാക്കുന്നത് ഒന്ന് കണ്ടു നോക്കിയാലോ. മീൻ കറി വെക്കാനായി ഞാൻ എടുത്തിട്ടുള്ളത് തളയെന്ന് പറഞ്ഞ മീനാണ്. ഈ മീനിന് ചിലവരൊക്കെ പാമ്പാടാന്നും പറയും, പക്ഷെ ഞങ്ങളിതിന് തളയെന്ന് തന്നെ പറയാറ്. ഇത് മുറിച്ച് വാങ്ങിയത് കാരണമാണ് നീളത്തിൽ കാണിക്കാൻ പറ്റാഞ്ഞത്. ഇനി ഇതിലേക്കൊരു അരപ്പ് തയ്യാറാക്കാം. ഒരു മുറി തേങ്ങ, 2 ടേബിൾ സ്പൂൺ വറുത്ത മല്ലിപ്പൊടി, സാദാ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജീരകം, ചുവന്നുള്ളി, വെളുത്തുള്ളി, കരിവേപ്പില ഇതെല്ലാം കൂടി നല്ലതുപോലെ അരച്ച് നമുക്കൊരു ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1 തക്കാളിയും 4 പച്ചമുളകും കരിവേപ്പിലയും ഇതിലേക്ക് വേണ്ടുന്ന ഉപ്പും കൂടി ഇട്ട് പാകത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് ഫ്ലെയിം ഓണാക്കി കൊടുക്കാം. എല്ലാവരും മീൻ കറിയൊക്കെ ഉണ്ടാക്കുന്നതാണ്, എന്നാലും പല രീതിയിലാണല്ലോ നമ്മൾ ഉണ്ടാക്കാറ്. പിന്നെ ഞാൻ ഈ തേങ്ങ അരക്കുന്ന കൂട്ടത്തിൽ 2 ടേബിൾ സ്പൂൺ വറുത്ത തേങ്ങയും കൂടി അരച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ്. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളം പുളി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഈ വെള്ളം കൂടി ഇതിലേക്ക് പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ നാട്ടിൽ വരുന്ന തിരക്കാണെന്ന്. ഇന്നും നാളെയും കൂടി ഉള്ളൂ. മറ്റന്നാൾ കാലത്ത് ഞങ്ങൾ ഇവിടെ നിന്നും പുറപ്പെട്ട് വൈകുന്നേരമാണ് കൊച്ചിയിലെത്തുക. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് തിരക്കിലാണ്. ഇപ്പോൾ അതാ നമ്മുടെ മീൻ കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 2.5 മാസമാണ് ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റിയത്. കാരണം 5-ാം തീയതി മൂത്ത ജ്യേഷ്ഠത്തിയുടെ പേരക്കുട്ടിയുടെ കല്യാണമാണ്. മൂത്ത ജ്യേഷ്ഠത്തില്ല, അപ്പോൾ അവർക്ക് അത് നമ്മളൊക്കെ ആകുമ്പോൾ ഒരു ഉമ്മാൻ്റെ സ്ഥാനമാണല്ലോ. അപ്പോൾ കല്യാണം ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ പോകുന്നത്. കറി വെക്കാൻ ഉപയോഗിച്ചത് 1 കിലോ മീനുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്നൊരു 4 കഷ്ണം മീൻ ഫ്രൈ ചെയ്യാമെന്ന് കരുതി. കാരണം ഞങ്ങൾ 4 പേരുണ്ടല്ലോ. പിന്നെ അത് മാത്രമല്ല വലിയ തളയനുമായിരുന്നു. അപ്പോൾ ഒരുപാട് കറി വെക്കുന്നതിനേക്കാളും നല്ലത് ഒരു 4 പീസ് എടുത്ത് ഫ്രൈ ചെയ്യാണല്ലോ. അപ്പോൾ അത് ഫ്രൈ ചെയ്യാനായി ഒരു ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഈ മീനും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. വീഡിയോ കാണുന്ന സമയത്ത് ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യാൻ ആരും മറക്കരുത്. എപ്പോഴും പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കല്ല. ഇപ്പോൾ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കൊന്ന് താളിച്ചൊഴിക്കാനായി ഒരു ചട്ടി വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു നുള്ളു ഉലുവയും പിന്നെ ചുവന്നുള്ളിയും കരിവേപ്പിലയും കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് ഈ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളി തളമീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാൻ. ഇനി നാളെ നാട്ടിലെത്തിയതിന് ശേഷം നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.